സൗത്ത് ഇന്ത്യ സംരംഭകമേളയുമായി ചിറ്റൂർ സർക്കാർ കോളേജ്. വിദ്യാർത്ഥികളിൽ സംരംഭശീലവും വ്യവസായ നൂതന ആശയവും പങ്കുവെക്കലും സാധ്യമാക്കാനാണ് മേള സംഘടിപ്പിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ടി റെജി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോളേജിലെ ED ക്ലബിന്റെ നേതൃത്വത്തിൽ ജനുവരി 16-17 തീയതികളിലാണ് തമിഴ്നാട്, കർണാടക, കേരളം സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന സൗത്ത് ഇന്ത്യ സംരംഭമേള നടക്കുന്നത്. 1000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന മേളയിൽ സംരംഭ സമ്മേളനങ്ങൾ, സംരംഭ ബോധവൽക്കരണ പരിപാടികൾ, ബാഡ്മിന്റൺ, ഫുട്ബോൾ തുടങ്ങിയ കായിക വിനോദങ്ങൾ എന്നിവ നടക്കും. ഫുഡ് സ്റ്റാൾ, പൊതുജനങ്ങൾക്കായി മെഡിക്കൽ ക്യാമ്പ്, ഫോട്ടോഗ്രഫി, മാജിക് ഷോ, ഗസൽ എന്നിവയും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോളേജിലെ ലാബുകളും പരീക്ഷണങ്ങളും പരിചയപ്പെടാനും അവസരമുണ്ടാവും. രജിസ്ട്രേഷൻ, സ്പോൺസർഷിപ്പ് എന്നിവയിലൂടെ ലഭിക്കുന്ന ലാഭവിഹിതം കോളേജിലെ ഒരു വിദ്യാർത്ഥിയുടെ ഭവന നിർമ്മാണത്തിനായി ഉപയോഗിക്കുമെന്നും റെജി പറഞ്ഞു. സോജോൺ എന്ന പേരിൽ സൗത്ത് ഇന്ത്യ സ്റ്റുഡന്റ് ഓൺട്രപ്രണർഷിപ്പ് ഫെസ്റ്റ് 2025 നടത്തുകയാണ് കോളേജിൽ. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കർണാടകയിലും ഉള്ള കോളേജുകളിലുള്ള വിദ്യാർത്ഥികൾ വിവിധ മത്സര ഇനങ്ങളിലായി പങ്കെടുക്കുന്നു. ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, ഒന്ന്, വിദ്യാർത്ഥികളുടെ സംരംഭകത്വം വളർത്തുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ, നേരത്തെ ഒരു വിദ്യാർത്ഥി ജീവിതം കഴിയുമ്പോൾ ഒരു ഗവൺമെന്റ് സർവീസിലുള്ള ഒരു ജോലി എന്നുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി വിദ്യാർത്ഥികൾ തന്നെ സ്റ്റാർട്ടപ്പിലേക്കും സംരംഭത്തിലേക്കും പുതിയ നൂതന ആശയങ്ങളിലേക്കും ഒക്കെ എത്തുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെന്റ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള നല്ല കഴിവുള്ള വിദ്യാർത്ഥികളാണ്. അവരുടെ ഇടയിൽ സംരംഭകത്വ ശീലം വളർത്തുന്നതിനും അവർക്ക് തന്നെ സ്വന്തമായി അവരുടെ ആശയങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനും അത് നല്ലൊരു പ്രോഡക്റ്റ് ആക്കി ബ്രാൻഡ് ചെയ്യുന്നതിനും ഒക്കെ ഉള്ള ഒരു അവസരം ആണ് ഈ മേളയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. കോർഡിനേറ്റർ പ്രതീഷ് കുഞ്ചു, അധ്യാപകൻ M നാരായണപ്രസാദ്, വിദ്യാർത്ഥി പ്രതിനിധി A അനിൽകൃഷ്ണൻ, അലുമിനി പ്രതിനിധി രവീന്ദ്രനാഥ് മേനോൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.